هي جنة طابت وطاب نعيمها ونعيمها باق وليس بفاني. അനന്തമായ സ്വർഗമാണ്. അതിന് പിന്നെ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വരാനില്ല. എന്ത് രസമുള്ള സ്വർഗമാണ്, എന്ത് രസമുള്ള സ്വർഗമാണ്, എന്ത് മനോഹരമാണ്. പാനീയങ്ങൾ എത്ര പരിശുദ്ധമാണ്, പാനപാത്രങ്ങൾ എത്ര മനോഹരമാണ്, തരുണികൾ എത്ര സുന്ദരികളാണ്, താഴ്വാരങ്ങൾ എത്ര ഹൃദയവാഞ്ചകമാണ്. ഇതെല്ലാം ഒരുക്കി വെച്ച മഹനീയമായ സ്വർഗത്തിന് തയ്യാറെടുത്തോ. വാട്സപ്പിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും പ്രിയമുള്ളവരെ, കളവ് തന്നെ, ഔറത്ത് വെളിവാക്കൽ ഹറാമ് തന്നെ, മറ്റുള്ളവന്റെ ന്യൂനത ചെറിയാൻ പാടില്ല തന്നെ, മോശത്തരങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല തന്നെ, സത്യസന്ധമായ കാര്യത്തിലല്ലാതെ ഇടപെടല്ലേ. എല്ലാ സത്യവും ഷെയർ ചെയ്യാനുള്ളതല്ല, അനുവദിച്ചതേ ഷെയർ ചെയ്യാവൂ. അങ്ങനെ തുടങ്ങി നിന്റെ എല്ലാ വ്യവഹാര മേഖലകളും, എല്ലാ വിനിയോഗ മേഖലകളും, എല്ലാ കൈകാര്യ മേഖലകളും ഖാലിഖായ റബ്ബിനെ ഭയന്നുകൊണ്ടാവണം. അവന്റെ നിരീക്ഷണത്തിന്റെ പുറത്തു പോകാൻ സാധ്യമല്ല. തഖ്വയോടെ ജീവിക്കണം. ഞാൻ എന്നോട് പറയുന്നു, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. എന്തൊരു ഉറപ്പാട്! കാരുണ്യവാനാണ്. ചോദിക്കാതെ കോടിക്കണക്കിന് നിയമത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തൊരു റബ്ബാണ്, എത്ര മഹാനായ റബ്ബാണ്! ചോദിക്കാതല്ലേ കോടിക്കണക്കിന് നിയമത്ത് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളതിന് ശുക്രില്ലാത്തവരായി പോയി. അല്ലാഹുവേ, ശുക്ർ നൽകണേ റഹ്മാനേ. ഞങ്ങളൊരു അമലും ചെയ്തിട്ട് നൽകിയ പ്രതിഫലമല്ലല്ലോ ഞങ്ങളുടെ ഹിദായത്ത്. ഞങ്ങളെ ഇബാദത്ത് ചെയ്തതിന് തന്ന പ്രതിഫലമല്ലല്ലോ ഈ ആരോഗ്യം. നീ എത്ര നിഅമത്താടും ഒഴിവായി തരുന്നത്. നീ തരുന്ന നിഅമത്ത് കാണുമ്പോൾ പേടിച്ചു പോവുകയാണ്. ആഖിറത്തിൽ തരാനുള്ളതൊക്കെ ഇവിടെ തന്നു പോവുകയാണോ എന്നിങ്ങനെ പേടിച്ചു പോകുന്നുണ്ട്. നിന്നോട് ശുക്റുള്ളവരാകണേ അല്ലാഹ്, നിന്നോട് നന്ദിയുള്ള അടിമയാക്കണേ അല്ലാഹ്. എന്റെ പ്രായക്കാരായ ആളുകൾ മരിച്ചുപോയി. അപ്പേടിക്ക് ആയുസ് വന്നത് റബ്ബിന്റെ ഔദാര്യമാണല്ലോ. എന്റെ പ്രായക്കാരത്ര ക്യാൻസർ രോഗികളുണ്ട്. എനിക്ക് തരാത്തത് നിന്റെ ഔദാര്യമാണല്ലോ. എന്റെ പ്രായക്കാരത്ര കിഡ്നി രോഗികളുണ്ട്. എനിക്കത് തരാഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നിന്റെ ഔദാര്യമാണല്ലോ. എന്റെ പ്രായക്കാരത്രയോ ഹിദായത്തില്ലാത്തവരുണ്ട്. നീ ഞങ്ങളെ മുഅ്മിനാക്കിയത് നിന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ എത്ര വലിയ ഔദാര്യം നീ തന്നുപോയി. നീ ശുക്ർ തരണേ അല്ലാഹ്, കണ്ടു തരണേ അല്ലാഹ്. വജഅൽനാ മിനശ് ശാകിരീൻ. കൂട്ടുകാരെ, അല്പം നിന്നുപോയത് നിങ്ങൾ വിഷമിക്കരുത്. കണ്ടില്ലേ, ഖത്താദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ വേട്ടയാടുകയാണ്. ഹബീബായ തങ്ങൾക്ക് നേരെ അമറിയുകയാണ്. അവിടുത്തെ നേരെ അക്രമം വരികയാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒരമ്പ് വരുന്നു. തടുക്കാൻ കഴിയില്ല, കൈയുയർത്തിയിട്ട് തടുക്കാൻ സാവധാനമില്ല. ഉടനെ തല ഉയർത്തിയിട്ട് ഹബീബായ തങ്ങളുടെ നേരെ വരുന്ന അമ്പങ്ങ് തടഞ്ഞപ്പോൾ അത് വളരെ ഹബീബായ തങ്ങളുടെ ശരീരത്തിന് നേരെ പതിക്കേണ്ട അമ്പ് ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ തറച്ചിട്ട് കണ്ണ് തെറിച്ചങ്ങ് പോയി.
കണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് കൈവെള്ളയിൽ കണ്ണും വെച്ചിട്ട് തങ്ങളുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ് إن قتادة قد أوجه نبيك بوجهه بعينه فاجعل عينه أحدهما نظرا എന്റെ കഥാത എനിക്കെതിരെ വന്ന അമ്പ് അതാ സ്വന്തം മുഖം കാണിച്ച് തടുത്തിട്ട് കണ്ണ് തെറിച്ചു പോയിട്ട് ആ കണ്ണുമായി വന്നതാണ്. ഈ കണ്ണിന് നീ കാഴ്ച നൽകണേ വന്നേ. ആ കണ്ണെടുത്ത് കണ്ണെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അറിയുമോ, കണ്ണുകൊടുത്തിട്ട് നബിതങ്ങൾക്ക് സെക്യൂരിറ്റി നൽകിയ എല്ലാം നൽകിയിട്ട് സംരക്ഷിച്ച സ്വഹാബത്ത് അവര് പോണ സ്വർഗത്തിലേക്ക് പോവണ്ടേ. ചെറുപ്പക്കാരാ, സിനിമ കണ്ട് കണ്ണുകേട് വരുത്തല്ലേ മോനെ. അന്യപെണ്ണിയോട് കമന്റടിച്ച് ഇടപഴകിയിട്ട് ദീന നഷ്ടപ്പെടുത്തല്ലേ മോനെ. തഖ്വയോടെ ജീവിക്കണേ മോനെ. മൊബൈലിൽ വൃത്തികെട്ട ക്ലിപ്പുകളുണ്ടോ? അന്യപെണ്ണിന്റെ ചിത്രങ്ങളോ, സിനിമയുടെ ക്ലിപ്പുകളോ, ഹറാമിന്റെ ചിത്രങ്ങളോ മൊബൈലിലുണ്ടോ? നിന്റെ കമ്പ്യൂട്ടറിലുണ്ടോ? അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലുണ്ടോ? വേണ്ട വേണ്ട. താഹിറായ ഗീതങ്ങളെ ഇഷ്ടം വെച്ച് താഹിറായ ഒരു കൽവൊരുക്കിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിക്കോ. അതാ ഞാൻ ജിദ്ദയിലുള്ളൊരു ചെറുപ്പക്കാരൻ ഒരിക്കലെന്നെ വിളിച്ചു വീട്ടിലേക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാൻ പല തടസ്സങ്ങളും പറഞ്ഞു. കാരണം അവിടെ പ്രോഗ്രാമുണ്ട്, വൈകിപ്പോകുമെന്നതാണ് കാരണം. അദ്ദേഹം നിർബന്ധിച്ചു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റാണ്. അദ്ദേഹത്തിന് നിർബന്ധം വന്നപ്പോ പാതിരാത്രി സമയം സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എന്റെ കൂടെയുള്ളവർ ഒരാവശ്യത്തിന്റെ താഴേക്ക് പോയി. അദ്ദേഹം എന്റെ അടുത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റാണ്. അടുത്തിരുന്നിങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. പറയുന്നത് എന്താണ്? ഉസ്താദേ, ഞാനൊരു കേവലം SSLC-കാരനാണ്. എനിക്കിന്ന് വലിയൊരു ജോലി കിട്ടി. ആ ജോലിയിൽ വലിയ ഉന്നതിയിലാണ് ഞാൻ. ഇതെല്ലാം എനിക്ക് കിട്ടാനുള്ള കാരണം വർഷങ്ങളായി ദിവസേന ഞാൻ 1000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. എന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് കിട്ടിയതാണ്. ഇനി എനിക്ക് പറയാനുള്ള പ്രയാസമതല്ല. എന്റെ ഭാര്യയും നന്നായി സ്വലാത്ത് ചൊല്ലുന്നവളാണ്. ഏറെ സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതുവരെ എന്റെ ഹബീബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അപ്പോഴാണ് മറയുടെ പിന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരന്റെ ഉമ്മ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്നു. അവർക്കും വേണ്ടത് ഹബീബ് തന്നെ. അവരും ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവർ തന്നെ. ആ കുടുംബത്തെ കുറിച്ച് പറയുമ്പോഴും ആലോചിക്കുമ്പോഴും വല്ലാത്ത സന്തോഷമാണ്. എന്ത് സന്തോഷമുള്ള കുടുംബമാണ്.
അവർക്ക് TV വേണ്ട, അവർക്ക് ചാനൽ വേണ്ട, അവര് ഹബീബായ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലി ജീവിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതുപോലെയുള്ള നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ റഹ്മാനേ. ചെറുപ്പക്കാരെ, സ്വലാത്ത് ചൊല്ലൂ, തഖ്വയോടെ ജീവിച്ചോ, ഹബീബായ തങ്ങളെ കാണാൻ കൊതിച്ചോ, മുത്തുനബികളെ കാണാൻ കൊതിച്ചോ. ഞാൻ ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ തലയാട് റാഫി എന്നൊരു പ്രവർത്തകൻ മരണപ്പെട്ടുപോയി. ആ ചെറുപ്പക്കാരന്റെ ഖബറുദിയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സയ്യസിന്റെ പ്രവർത്തകൻ കയ്യിൽ പിടിച്ചിങ്ങനെ പൊട്ടിക്കരയുന്നു. ഹബീബായ തങ്ങളെ കണ്ട സന്തോഷം പങ്കുവെക്കുകയാണ്. ഇനിയും കാണാനുള്ള ആഗ്രഹം പറയുകയാണ്. ഇങ്ങനെ എത്രയോ ആളുകളാണ് ഞങ്ങളുടെ കൽവിയാ മഹബത്തെന്ന് നിറച്ച് ഞങ്ങളുടെ കൽവിയായ രോഗങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ച് കിബറുതരാതെ രുചുബുതരാതെ ചുബരുതരാതെ പുഹുതരാതെ ഹസറുതരാതെ റിയാറുതരാതെ സുമതുതരാതെ കൽവിയുടെ ഹബീബിലേക്ക് വിസ്താരമുള്ളൊരു നേരത്ത് നീ നിങ്ങളെ വിളിക്കണേ റഹ്മാനേ. والذين آمنوا أشد حبا لله. നിന്നോട് അടിമകൾ യഥാർത്ഥ അടിമകൾക്ക് വലിയ ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടം വെക്കുന്ന കൽബുകളുടെ നിന്നെ ഇഷ്ടം വെക്കുന്ന കൽബുകളുടെ ഞങ്ങൾ ഒരുപാട് തോന്നിവാസം ചെയ്തു പോയി, ഒരുപാട് ഹറാമ് തൊട്ടുപോയി, ഒരുപാട് ഹറാമ് ചെയ്തു പോയി. ഈ ഞങ്ങൾക്ക് പുറത്തു തരണേ ഇനിയാ തെറ്റിലെ ഞങ്ങളുടെ മടക്കല്ലേ റഹ്മാനേ. ഞങ്ങളുടെ ഓരോ തഖ്വയുടെ മജ്‌ലിസാക്കണേ റഹ്മാനേ. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരെ മുഴുവനും നീ കേൾക്കണേ റഹ്മാനേ. അവരുടെ വിഷമങ്ങളിൽ പരിഹരിക്കണേ റഹ്മാനേ. കടലിൽ നിന്നുള്ള സമ്പത്തിൽ തേടിയവർക്ക് നീ വായ്പോണി കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെല്ലാം നീ വെള്ളിയാഴ്ച രാവ് പുണ്യമേറിയ ഈ രാവിലെ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ പ്രിയമുള്ളവരെ, ഒരൽപ്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, ഒരു 2-3 സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതിന് മുമ്പ് 5 മിനിറ്റ് മാത്രം നിങ്ങൾ ആരും വിഷമിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെലവഴിക്കാവുന്ന ഏറ്റവും നല്ല ഏറ്റവും മഹത്വമുള്ള സമയം അത് ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മദ്രസ, ആ മദ്രസ